നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഗൈഡൻസ് മെസ്സേജ് ആണ്. അതായത് 2026 ഈ ഒരു പുതിയ വർഷത്തില് നിങ്ങളുടെ ലൈഫിലോട്ട് എന്തെല്ലാം ചേഞ്ചസ് ആണ്, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണ് വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗിൽ റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് ആണ് കേട്ടോ. ഇവിടെ ദ മൂൺ കാർഡാണ് വന്നിട്ടുള്ളത്, ഫസ്റ്റ് കാർഡ് തന്നെ. അതായത് നിങ്ങൾക്ക് വിദേശത്തോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വിദേശ യാത്ര നിങ്ങൾക്ക് സാധ്യമാവുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അതിനു വേണ്ടി ചിലപ്പോൾ ഈ ഒരു 2025 ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ നിങ്ങളുടെ അടുത്ത് കൈയകലത്തിൽ വന്നിട്ട് നിങ്ങൾക്കത് നഷ്ടപ്പെട്ട സിറ്റുവേഷൻ ആയിരിക്കാം ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങൾക്ക് മുന്നോട്ട് ഇത് 2026 എന്ന് പറയുമ്പോൾ ഒരു സണ്ണിന്റെ എനർജിയാണ്, സൂര്യന്റെ എനർജിയാണ് വരുന്നത്. ഒരു സക്സസ് ആണ് മുന്നോട്ട് ഉണ്ടാവുക കേട്ടോ. നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും ആത്മാർത്ഥമായിട്ട് എഫേർട്ട് ഇടുകയാണെങ്കിൽ അവിടെ നമുക്ക് സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതുവരെ നിങ്ങൾ പുറത്തോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതെ ഇരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മുന്നോട്ട് അത് നിങ്ങൾക്ക് സാധ്യമാവുന്നതായിട്ടാണ് കാണുന്നത്. ദ ടവർ മൊമെന്റ് ആണ്. ചില കാര്യങ്ങൾക്ക് ഒരു എൻഡിങ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷന്റെ കാര്യമായിരിക്കാം. നിങ്ങൾ ഒരുപാട് ഇപ്പം സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. ഇപ്പം റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ ആണെങ്കിൽ ആ ഒരു റിലേഷന്റെ എൻഡിങ്, അല്ലെങ്കിൽ നിങ്ങളിപ്പം ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്ക് നേരിടുന്നുണ്ടെങ്കിൽ ആ ഒരു ഹെൽത്ത് ഇഷ്യൂസിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ, അത് എൻഡായി പോവുക. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഒരു കംപ്ലീറ്റ് ഒരു എൻഡിങ് വരുന്നുണ്ട്. അതായത് നിങ്ങളൊരു ഒരുപാട് സഫർ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ വേണ്ടി പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. മാനസികമായിട്ട് ഒരുപാട് ഇഷ്യൂസിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷയങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുന്നതായിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നടന്നിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു എൻഡിങ് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 8 ഓഫ് സോഴ്സ് എനർജിയാണ് ഇവിടെ. നിങ്ങൾ അവിടെ എൻഡ് ആക്കി എന്നുണ്ടെങ്കിലും നിങ്ങൾ മാനസികമായിട്ട് ആ ഒരു കാര്യങ്ങളിൽ, അതായത് നെഗറ്റീവായ കാര്യങ്ങളിൽ നിങ്ങൾ കെട്ടിയിട്ട പോലെ നിൽക്കാൻ പാടില്ല എന്നാണ് കാണിക്കുന്നത്. അതായത് അങ്ങനെ എൻഡായി പോയാലും ചിലർക്ക് മനസ്സിൽ നിന്ന് അതിന്റെ ആ ഒരു നെഗറ്റിവിറ്റി എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അങ്ങനെ നിങ്ങളെ വീണ്ടും വീണ്ടും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കാൻ വേണ്ടി ശ്രമിക്കാം. അതിനുവേണ്ടി നിങ്ങൾ മെഡിറ്റേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങളെ ഹോണ്ട് ചെയ്യുന്ന നെഗറ്റീവ് തോട്ട്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നടന്ന അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എൻഡായി പോകാൻ വേണ്ടിയിട്ട് ഒരു എൻഡിങ്ങിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ അവിടെ ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിങ്ങൾ സ്റ്റെക്കായി പോവരുത്. അല്ലെങ്കിൽ അത് എൻഡായി പോയാലും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അതിന്റെ ആ ഒരു ട്രോമ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പെയിൻ പോവില്ല. അപ്പൊ അങ്ങനെ ആ ഒരു പെയിനിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം എന്നുള്ളതാണ്. അതിന് നിങ്ങൾ മെഡിറ്റേഷൻ അങ്ങനെ കുറച്ചുകൂടി സ്പിരിച്വൽ കാര്യങ്ങളോട്ട് നിങ്ങൾ ആ സമയത്ത് ഇൻവോൾവ്ഡ് ആവും. ഓക്കെ, ദ ഹെർമിറ്റ് കാർഡാണ്. ഇവിടെ നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ കാര്യങ്ങളിലോട്ട് ഇൻവോൾവ്ഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ അറിവ് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആവുകയും നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമെന്നാണ് കാണിക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പം പരാജയത്തിലോട്ട് ഇതുവരെ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുമെന്നാണ് കാണിക്കുന്നത്. ആ ഇഷ്യൂസിനെ നിങ്ങൾക്ക് പരിഹരിക്കാനും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടാനും നിങ്ങൾക്ക് ഈ ഒരു സ്പിരിച്വൽ കാര്യങ്ങളിലോട്ട് ഇൻവോൾവ്ഡ് ആവുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് കാണിക്കുന്നത്. ദ ഫൂൾ കാർഡാണ്. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ലക്ഷ്യത്തിലോട്ട് മാത്രമായതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു പ്രതിസന്ധിയൊക്കെ തരണം ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുമെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച സക്സസ് നേടിയെടുക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ.
പേജ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ എത്തും. നിങ്ങൾ ഒരു സെൽഫ് ഗ്രോത്തിലോട്ട് എത്തും. നിങ്ങൾക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം ഒരു ഏണിങ്സ് കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ലെവലിലോട്ട് നിങ്ങൾ എത്തുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുവരെ ചിലപ്പോൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളെ ഇതുവരെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്ക് അവരെ വീണ്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കേണ്ടതായിട്ട് വരില്ല എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഏണിങ്സ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ മാറും എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു സക്സസ്ഫുൾ ആയി ഒരു സെൽഫ് ഗ്രോത്തിലോട്ട് എത്തും എന്നാണ് കാണിക്കുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. നിങ്ങൾ സത്യം പറഞ്ഞാൽ എന്റെ ലൈഫിൽ എനിക്കൊന്നും ആവാൻ കഴിഞ്ഞില്ല, ഞാൻ സക്സസ് ആയില്ല, എന്റെ ലൈഫിൽ ഞാൻ എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നും ഒരു റീബർത്ത് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു 2026 വരുമെന്നാണ് കാണിക്കുന്നത്. ഒരു റീസ്റ്റാർട്ട് ആണ് നിങ്ങളുടെ ലൈഫിന്റെ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ സണ്ണിന്റെ എനർജിയാണ്, സക്സസ് ആണ് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു എനർജി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എഫേർട്ട് ഇടുന്ന കാര്യങ്ങളിൽ നമുക്ക് വേഗത്തിൽ ഒരു സക്സസിലോട്ട് എത്തിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഒരു ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റീബർത്ത് സംഭവിക്കുന്നതായിട്ടാണ്, ഒരു റീസ്റ്റാർട്ട് നിങ്ങളുടെ ലൈഫിൽ കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ് കാണുന്നത്. 6 ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ ചിലർക്ക് നിങ്ങൾ ഒരു റൈറ്റ് ആയിട്ടുള്ള പേഴ്സണെ അല്ലെങ്കിൽ ഒരു മാരേജ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു സോൾ കണക്ഷൻ ഉള്ള പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതല്ല നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഒരു പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധത്തിലായിരുന്നു നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് ആ ഒരു പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ റീസ്റ്റാർട്ട് ആവുന്നതായിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ കൂടുതൽ സ്ട്രെങ്തൻ ആവുന്നതായിട്ട്, ഒരു മാരേജ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലോട്ട് നിങ്ങളുടെ ലൈഫ്, ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട്, നിങ്ങൾ ആഗ്രഹിച്ച ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്ന സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം. അഡിക്ഷൻസ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ചിലർക്ക് റിലേഷൻഷിപ്പിലുള്ള അഡിക്ഷൻ ഉണ്ടായിരിക്കാം. അതായത് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഡ്രഗ്സ് മാത്രമല്ല കേട്ടോ, ചിലര് ഇമോഷണലി ഒരു അഡിക്ഷൻ ഉണ്ടായിരിക്കാം. അതായത് സ്നേഹിക്കുന്ന വ്യക്തിയിലോട്ട് മാത്രം ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോവുക, അവരുടെ സെൽഫ് ഗ്രോത്തിലൂടെ ശ്രദ്ധിക്കാതിരിക്കുക, അതൊരു അഡിക്ഷനാണ്. അതുപോലെ ഹെൽത്തി അല്ലാത്ത ഫുഡ് ഹാബിറ്റ്സ്, ജങ്ക് ഫുഡ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ജങ്ക് ഫുഡ് കഴിക്കുക. അതുപോലെ വേറെയുള്ള അഡിക്ഷൻ എന്ന് പറയുമ്പോൾ മൊബൈലിൽ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും മൊബൈൽ സ്ക്രീനിലോട്ട് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക, ഗെയിം കളിക്കുക, അങ്ങനെയുള്ള അഡിക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിനെ തടയുന്ന അഡിക്ഷനിൽ നിന്നും നിങ്ങൾ പുറത്തു വരിക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 6 ഓഫ് കപ്സ് എനർജി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു പേഴ്സൺ വരുന്നതായിട്ടാണ് കാണുന്നത് എന്നുള്ളത്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് വരുന്നതായിട്ടാണ്, കമ്മിറ്റ്മെന്റ്സ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച പേഴ്സണുമായിട്ടുള്ള ഒരു ലൈഫ്, ഒരു കമ്മിറ്റ്മെന്റ്, ഒരു മാരേജ് അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് നിങ്ങളുടെ ലൈഫ് ഈ ഒരു വർഷം പോകും എന്നാണ് കാണിക്കുന്നത്. ഡിസ്റ്റൻസ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഒരു യാത്ര ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് പോസിറ്റീവായിട്ട് എടുക്കാം. നിങ്ങൾക്ക് പുറത്തോട്ട് വിദേശത്തോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു പുതിയ ജോബിനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോകാൻ വേണ്ടി പറ്റും. ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ കുറച്ച് ദൂരത്തോട്ടുള്ള ഒരു അകന്ന് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ജൂൺ 1996, 1993, ഡിസംബർ, നവംബർ 1998, 1985, ആയില്യം, ലെറ്റർ സി, അശ്വതി, ഭരണി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.